എല്ലാ പ്രിയപ്പെട്ടവർക്കും മറുനാടൻ സ്പെഷ്യൽ റൗണ്ട് ടേബിളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇന്ന് എല്ലാവർക്കും അറിയാം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആര് ഇനി നിലമ്പൂർ ഭരിക്കും, അത് അടുത്തതാര് കേരളം ഭരിക്കുമെന്നതിൻ്റെ ക്വാർട്ടർ ഫൈനലാണ് തുടങ്ങിയ ചർച്ചകൾക്കിടയിൽ എന്തായാലും നിലമ്പൂരിൽ ചൂടുപിടിച്ച ഇലക്ഷൻ വോട്ടിംഗ് നടക്കുന്ന ഘട്ടത്തിലാണ് ശശി തരൂർ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാൻ എത്തുന്നത്. തരൂർ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം കുറച്ചധികം നാളുകളായി ശശി തരൂർ എന്ത് പറയും, അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നെന്ന് ഉള്ള ഒരു വശത്ത് നിന്നൊരു അദ്ദേഹം ബി ജെ പിയുടെ സ്പോക്ക് പേഴ്സൺ ആണെന്ന് പ്രതിപക്ഷം പറയുന്നു. താൻ കോൺഗ്രസ്സുകാരനാണെന്ന് തന്നെ ശശി തരൂർ പറയുന്നു. ശശി തരൂരിനെ നിലമ്പൂരിലേക്ക് വിളിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ശശി തരൂർ ഒരു പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ തന്നെ നിലമ്പൂരിലേക്ക് വിളിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി ആണ് താൻ ആഗ്രഹിക്കുന്നത്. മികച്ച സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത്. കൂടുതലുള്ള കോൺട്രവേഴ്സീസ് ഒന്നും ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത്. സർ, അത് പറയുന്നതിനോടൊപ്പം തന്നെ തരൂർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. എനിക്ക് എൻ്റെ അണികളോട് വലിയ സ്നേഹമാണ്, കോൺഗ്രസ് പ്രവർത്തകരോട് വലിയ സ്നേഹമാണ്, അവരെന്നോടും വലിയ സ്നേഹമാണ്. പക്ഷേ നേതൃത്വത്തോട് എനിക്ക് ഒരുപാട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഞാൻ അവരുമായിട്ട് പറഞ്ഞു തീർത്തോളാം. എന്തായാലും നിലമ്പൂരിൽ എനിക്ക് എല്ലാവരും സ്നേഹമുള്ളവരും സ്നേഹിക്കുന്നവരും ഒക്കെ തന്നെയാണുള്ളത്. അപ്പോൾ എന്താ നിലമ്പൂർ പോകാത്തെന്ന് ചോദിച്ചപ്പോൾ നിലമ്പൂർ പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രോഗ്രാം വേണമല്ലോ, അവിടെ ഒരു ശരിയായ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. അത് കറക്റ്റാണ്. ഇപ്പം ഒരു സാധാ പ്രവർത്തകൻ പോകുന്ന പോലെ ശശി തരൂരിന് നിലമ്പൂരിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന വേദികളിൽ ഇന്ന പ്രസംഗം, ഇന്ന പരിപാടികൾ എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ മൈക്ക്, വാഹനം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ അവിടെ പ്രചരണം നടത്താൻ പോകാൻ കഴിയുള്ളൂ. അത് അദ്ദേഹത്തിന് ചെയ്തില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത് രണ്ടും ഇലക്ഷൻ ദിവസമാണെന്ന് ഓർക്കണം. ഈ ദിവസം അദ്ദേഹം ഇത്തരം രണ്ട് കാര്യങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നല്ല സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം ജയിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇലക്ഷന് മുമ്പ് ഇത്തരം നേതൃത്വത്തോടുള്ള വിരോധവും അണികളോടുള്ള അടുപ്പവും ഒക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു കോൺഗ്രസിന് എന്തോ ഒരു അതൃപ്തി തോന്നുന്ന വിധത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്ന് പലരും അഭിപ്രായം പറയുകയുണ്ടായി. അത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ കഴിഞ്ഞു, എന്നാൽ പോലും ഈ വോട്ടിംഗ് ദിവസം അതത്ര നല്ലതല്ല എന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ തരൂരിനെ അങ്ങനെ പറയിക്കുന്ന വിധത്തിൽ കോൺഗ്രസ് ചെയ്തതാണെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. വേറൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായം തരൂർ ഒരു കാരണവശാലും അങ്ങോട്ടൊന്നും വരണ്ട, വന്നാൽ ഉള്ള വോട്ടും കൂടെ പോകും, അതുകൊണ്ട് തരൂർ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കോൺഗ്രസിലെ വേറൊരു വിഭാഗവും അഭിപ്രായപ്പെടുന്നുണ്ട്. തരൂര് ഇത്രയും ദിവസം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേരള മണ്ണിൽ വന്ന ഇവിടുത്തെ മാധ്യമങ്ങളോട് പറയുന്നത് ഒരു മൗനം വെടിയുന്നതിന് തുല്യമാണ് ഇപ്പോൾ. അതായത് ഒരു കുറേ നാൾ നമ്മൾ പറഞ്ഞതിനാണ്, അതായത് മോദി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ മോദി അധികം സ്തുതിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം ഒഫീഷ്യലായിട്ട് വരുന്നത്, അതിൽ ഇന്ന് മാധ്യമപ്രവർത്തകർ സംസാരിച്ചത് കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും പ്രസക്തിയുണ്ട്. ഇതിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഹൈക്കമാൻഡിനോടുള്ള അതൃപ്തിയുണ്ട്, പക്ഷേ ഇലക്ഷൻ ദിനമായതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശശി തരൂർ നല്ലൊരു പൊളിറ്റീഷ്യൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു മാധ്യമം വരുമ്പോൾ ഒഴിഞ്ഞു മാറുക, സാധാരണ ശശി തരൂർ ഒഴിഞ്ഞു മാറാറുണ്ട്. ഇന്ന് തെന്നല ബാലകൃഷ്ണൻ അവരുടെ വീട്ടിൽ അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർ വരുന്നത്. വേണമെങ്കിൽ ഒഴിഞ്ഞു പറയാൻ നിന്നിട്ട് പോലും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നതൊരു വാസ്തവം കൂടെ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അദ്ദേഹത്തിന് അതൃപ്തി ഒരുപാടുണ്ട്. കാരണം കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ അത്രത്തോളം അദ്ദേഹത്തെ ഈ സമയങ്ങളിൽ നമുക്കറിയാം കേന്ദ്രത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ ഈ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കണം. മാത്രമല്ല ഈ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിലമ്പൂർ ഇലക്ഷന്റെ അന്ന് ആദ്യ പകുതി കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത്. നമ്മൾ നിലമ്പൂരിലെ ജനങ്ങൾ നമ്മൾ പറയുന്നത് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ചിലപ്പോൾ മമതയില്ലാത്തവരും അതിനകത്തുണ്ട്. അപ്പോൾ തരൂരിന്റെ ഈ വാക്കുകൾ എന്തായാലും സ്വാധീനിക്കാനും ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ നിസ്സംശയം പറയാം. അത് നമുക്കറിയാം കനത്ത പോളിംഗ് ആണ് ഉണ്ടാക്കിയത്. ആദ്യ മണിക്കൂർ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 50-ലേക്ക് കടന്നു കഴിഞ്ഞു പോളിംഗ്. അപ്പോൾ തന്നെ ജനങ്ങൾ എത്രത്തോളം ഇതിനകത്ത് ഇറങ്ങുന്നു. കനത്ത മഴയുണ്ട്, കാലാവസ്ഥയ്ക്ക് പ്രതികൂലമാണ്, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ എത്തുമ്പോൾ തന്നെ ഈ ഘട്ടത്തിലാണ് തരൂരിന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു യുദ്ധം തരൂർ ഇപ്പോൾ നടത്തിയത് എല്ലാവർക്കും ഒരു മറുപടി കൂടിയാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു ഭാവി കൂടിയാണ്. വി ഡി സതീശൻ അടക്കമുള്ളവരുടെ ഭാവി കൂടിയാണ് എനിക്ക് തോന്നുന്നു ചർച്ചയാവാൻ പോകുന്നത്. തരൂരിന്റെ വാക്കുകളെല്ലാം അതിനതുകൊണ്ട് തന്നെ പ്രസക്തി ഉള്ളതായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ അതിനു മുൻപ് അതിന് ശേഷവും
കോൺഗ്രസ് എന്തൊക്കെയാണോ മോദി ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ വീഴ്ചകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, ഇതിനൊന്നും മോദിയല്ല മറുപടി പറഞ്ഞത്. ഇതിനെല്ലാം മറുപടി പറഞ്ഞത് ശശി തരൂരായിരുന്നു. ശരത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മറ്റ് അതായത് നരേന്ദ്ര സറണ്ടർ എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന ഇറങ്ങിയിരുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ മീഡിയേഷന്റെ ഭാഗമായാണ് ഇന്ത്യ സീസ് ഫയറിലേക്ക് പോയതെന്ന്. പക്ഷെ അതിനുൾപ്പെടെ ശശി തരൂർ മറുപടി പറഞ്ഞിരുന്നു. അദ്ദേഹം അതിന് ഒരു ഡയറക്റ്റായിട്ട് മറുപടി, ഞങ്ങൾക്ക് അമേരിക്കയോട് സ്നേഹമുണ്ട്, ഞങ്ങൾ അമേരിക്കയുടെ സഹകരണം ഇഷ്ടപ്പെടുന്ന രാഷ്ട്രമാണ്, പക്ഷേ ഞങ്ങൾക്കരുടെ മീഡിയേഷൻ വേണ്ട എന്ന് വളരെ വ്യക്തമായി. ഒരുപക്ഷെ ഇന്നലെയാണ് മോദി പറഞ്ഞത് ട്രംപ് വിളിച്ചിട്ടില്ല എന്ന്. മോദിയുടെ പ്രസ്താവനയ്ക്ക് വരുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വിവാദ പരാമർശത്തോട് ശശി തരൂർ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് വളരെ പ്രിസൈസ് ആയിട്ടുള്ള മറുപടി ശശി തരൂർ നടത്തിയിട്ടുണ്ട്. രാജ്യമാണ് പ്രധാനമാണ് വീണ്ടും എടുത്തു ആലോചിച്ച് നോക്കുക. എല്ലാ പരാമർശങ്ങളും അല്ലെങ്കിൽ പോസ്റ്റുകളിലും അദ്ദേഹത്തിന് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. രാജ്യത്തിനാണ് മുൻഗണന, അവിടെ പാർട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അവർ കൃത്യമായിട്ട് അതിന് വീണ്ടും ആവർത്തിക്കേണ്ട ഒരു ഗതികേടോട് മനസ്സിലാക്കുക ശശി തരൂർ. അത് ഇവിടെ സാധാരണക്കാർക്ക് മനസ്സിലുണ്ട്, പക്ഷെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ശശി തരൂർ. അദ്ദേഹം മോദി പ്രചാരകനാണെന്നുള്ള ഒരു മോദി സ്പോക്ക് പേഴ്സൺ ആണ്. കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് അടക്കം അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മോദി പ്രചാരകൻ എന്നാണ്. അപ്പം അതായത് ആരാണ് രാഷ്ട്രത്തിന് വേണ്ടി സേവിക്കാൻ ഇറങ്ങുന്ന ആളുകൾ, അയാളെ ഏതെങ്കിലും തരത്തിൽ സംഘിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാറ്റഗറി കൊണ്ടിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് സമാധാനം കിട്ടുക. അങ്ങനെയുള്ള ആളുകൾക്ക് പക്ഷെ ഇന്നും ഒന്നും വീണ് കിട്ടിയിട്ടില്ല അല്ലേ സാർ? അതൊരു കോൺഗ്രസിന്റെ ഒന്നും പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, കോൺഗ്രസിൽ നിന്ന് പോകുന്ന അദ്ദേഹം പറയില്ല. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് അങ്ങനെ പോകാൻ കഴിയില്ല. ഒരു മൂന്നാം കട കാലുമാറ്റക്കാരനായിട്ട് അദ്ദേഹം പോവില്ല. ഇവിടുന്ന് തള്ളി പുറത്താക്കിയാൽ മാത്രമേ അദ്ദേഹം പോവുള്ളൂ, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കിയാലേ അദ്ദേഹം പോവുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ തുടരുക തന്നെ ചെയ്യും. ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുമില്ല. അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ കിട്ടിയാൽ മാത്രമേ അദ്ദേഹം അതിനകത്തോട്ട് പോകാൻ സാധ്യതയുള്ളൂ. എന്തായാലും അദ്ദേഹം വളരെ വിമർശനത്തിലാണ്. ഇന്നു മുതലല്ല, വളരെ മുമ്പ് മുതൽ തന്നെ 2019 പ്രതിപക്ഷ നേതാവ് താനായിരിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചതാണ്. കാരണം 3 പ്രാവശ്യം ലോക്സഭ MP ആയി തിരുവനന്തപുരം പോലുള്ളൊരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഇത്രയും വോട്ട് കിട്ടി ജയിക്കുമ്പോൾ തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളായിരിക്കും. രാഹുൽ ഗാന്ധി ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവെന്ന് എല്ലാവരും ധരിച്ചിരുന്നു. അപ്പോഴാണ് അധീർ രഞ്ജൻ ചൗധരിയെ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വളരെ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നല്ലൊരു സ്പീക്കറാണ്, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഏറ്റവും കുറച്ച് സമയം സംസാരിക്കാൻ കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസ് പ്ലാൻ ചെയ്ത പോലെയാണ് പലപ്പോഴും ചെയ്തിരുന്നത്. അങ്ങനെ 2019 2024 വരെ അങ്ങനെ വളരെ വിമർശപ്പെട്ടാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. പിന്നെ ഒരു കൺസലേഷൻ പോലെ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ് സ്ഥാനമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതും ഈ അടുത്ത കാലത്ത് അതും ഇല്ലാതായി. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ നിരന്തരമായ വിമർശനം നരേന്ദ്രമോദിക്ക് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വരികയും ആ സമയത്ത് ഏറ്റവും തന്ത്രശാലിയായ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ കൂടിയായ നരേന്ദ്രമോദി ഈ അവസരത്തിൽ ഞാൻ മറുപടി പറയേണ്ട, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ കൊണ്ട്, നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ കൊണ്ട് തന്നെ ഞാൻ മറുപടി പറയിക്കാം എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെ ദൗത്യസംഘത്തിൻ്റെ തലവനായിട്ട് അയക്കുകയും അദ്ദേഹം എന്താണോ നരേന്ദ്രമോദി കോൺഗ്രസിന് കൊടുക്കേണ്ട ഉത്തരം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കേണ്ട ഉത്തരം, ആ ഉത്തരം സ്വന്തം പാളയത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം പറഞ്ഞ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന ഒരു ശൈലിയിലേക്ക് പോയി. അതാണ് കോൺഗ്രസിന് വളരെയധികം ചൊടിപ്പിച്ചത്. അങ്ങനെ ചെയ്യാമോ എന്നുള്ളതാണ്. പക്ഷേ തരൂർ അതല്ല പറയുന്നത്. തരൂർ തൻ്റെ ഇത്രയും നാളത്തെ പീഡനത്തിലുള്ളൊരു മറുപടിയും കൂടെ ആയിട്ടാണ് തരൂർ പറയുന്നതെങ്കിലും തരൂർ അതിന് മറയാക്കുന്നത് രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ രാഷ്ട്രത്തിൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് പാർട്ടിയില്ല, പാർട്ടിസാനില്ല, ഞാൻ അതിനേക്കാൾ ഉയർന്ന് ഒരു ദേശസ്നേഹിയായി മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭാഷണമെല്ലാം നടത്തുന്നത്. പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിന് ആരും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ KPC പ്രസിഡന്റ് ആവട്ടെ അല്ലെങ്കിൽ മറ്റ് നേതാക്കളാകട്ടെ ആരും തന്നെ അദ്ദേഹത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കില്ല. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു സ്റ്റേ ഉണ്ട്. അദ്ദേഹം ഒരു സ്റ്റാർ ക്യാമ്പയിനർ. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ പാനലിലുള്ള സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒന്നും കൂടെ വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം സൂപ്പറായി ജയിക്കും എന്നുള്ള എല്ലാ സ്കോപ്പുമുള്ള അല്ലെ പോപ്പുലാരിറ്റി തന്ത്രശാലിയായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നാണ് പറയാം. അതായത് ഒന്ന് നോക്കുക, കോൺഗ്രസിന് ഒരു
മതനിരപേക്ഷ പാർട്ടിയിൽ നിന്നുള്ള രീതിയിൽ ഒരു ഐഡന്റിറ്റിയോട് കൂടി തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള എല്ലാ തന്റെ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കാൻ തരത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അദ്ദേഹം മോസ്കോയിലേക്ക് പോകുന്നു, പുടിനുമായിട്ട് വേദി പങ്കിടാൻ പോകുന്നു, ഫ്രഞ്ച് പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുന്നു. ഇവിടുത്തെ നേരത്തെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഡൂക്ലി നേതാക്കൾക്ക് പോലും അവരുടെ ഒപ്പം നിൽക്കുന്നതിനെക്കാട്ടി എത്രയോ ഇതാണ് അവർ നിൽക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ അടക്കം പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് വയനാട് ഇലക്ഷന് വേണ്ടി. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇവിടെ ഒരു ചിത്രത്തിൽ ഇവിടുത്തെ നേതാക്കളാണ് തിരിച്ചു വന്നിട്ട് ഇത് റിസീവ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഒരു ചടങ്ങ് വെച്ച് റിസീവ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെയാണ് അതിനകത്ത് വി ഡി സതീശൻ അല്ലെങ്കിൽ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പോലും അതിനകത്ത് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന കാര്യം കൂടെ ആലോചിക്കുമെന്ന് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ശശി തരൂർ ഈ കേരളത്തിലെ ഈ ചീപ്പ് പൊളിറ്റിക്സ് ഒക്കെ വിട്ടിട്ട് അദ്ദേഹം മോദി സർക്കാർ എന്തെങ്കിലും, എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞ യുണൈറ്റഡ് നേഷൻസിന്റെ അവിടുത്തെ ജനറൽ സെക്രട്ടറി ആവാൻ പൊസിഷനിലേക്കുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു ആ ഒരു പൊസിഷനിലേക്ക് ശശി തരൂർ സുഖമായി പോകാൻ പറ്റും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. കാരണം US നമ്മുടെ കൂടെ നിന്നപ്പോൾ അത്തരത്തിലൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ US പ്രത്യേകിച്ച് ട്രംപ് ഇന്ത്യയോട് അത്ര അനുകൂലമല്ല, പാകിസ്ഥാനോട് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ട്രംപിൻ്റെ കളിയിൽ തീർച്ചയായിട്ടും US സെക്രട്ടറി സ്ഥാനത്തേക്ക് പണ്ട് ചൈന സ്പോൺസർ ചെയ്ത് ഗുട്ടറസ് വന്ന പോലെ ഇന്ത്യ സ്പോൺസർ ചെയ്ത് തരൂർ വരുന്നതിനെ അനുകൂലിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ട്രംപ് കാർഡ് ഇറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് US സെക്രട്ടറി സ്ഥാനമൊന്നും ആയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു പദവികൾ BJP നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് നിരന്തരം ഇങ്ങനെ എതിർപ്പുണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൂടായില്ല. കാരണം അദ്ദേഹം 4 ടേമായിട്ട് ഇപ്പം പാർലമെൻറ്റിലിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ പൊതുവെ പറയുന്നത് ഒരു ടേമെങ്കിലും പാർലമെൻറ്റിൽ എല്ലാ സെഷനുകളും അറ്റൻഡ് ചെയ്ത് എല്ലാവരുടെയും സ്പീച്ചൊക്കെ കേട്ട് എല്ലാവരുടെയും രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മുറ്റിയ രാഷ്ട്രീയക്കാരനായിട്ട് അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ്. നമ്മുടെ കെ മുരളീധരനെ കുറിച്ച് തന്നെ മുമ്പ് പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ടാണ് പലരും പ്രദർശിച്ചിരുന്നത്. കിങ്ങിണിക്കുട്ടൻ എന്ന് വരെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം 1-2 ടേം ലോക്സഭയിലെത്തി തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ ഫയർ ഫൈറ്ററായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഏത് അഗ്നിബാധയെ നേരിടാൻ തക്ക കരുത്തോടുള്ള ഒരു സ്പീക്കറായിട്ട് അദ്ദേഹം മാറി, പ്രവർത്തകനായിട്ട് അദ്ദേഹം മാറി, തന്ത്രശാലിയായിട്ട് മാറി. അത് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ ബേസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പാർലമെൻറ്റിൽ, കാരണം 540 വരുന്നത്, 540 ഒരു 10-300 അതിപ്രഗത്ഭന്മാരാണ്. കുറേ പേരൊക്കെ ഇങ്ങനെ സ്പോൺസേഡ് കാൻഡിഡേറ്റ് പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ബേസിലൊക്കെ വരുന്ന തള്ളിക്കയറുന്ന ചിലരൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഒരു 300 പേരെന്ന് പറയുന്നത് അത്യുഗ്രൻ പ്രവർത്തകരാണ്. ഇന്ത്യയുടെ ഏറ്റവും ക്രീമായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ 1.5 കോടിയിൽ 300ാമത് വരുന്ന പ്രഗത്ഭന്മാരുണ്ട്. ആ പ്രഗത്ഭന്മാരെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പോലും അവരുടെ തന്ത്രങ്ങളൊക്കെ പഠിക്കുക വളരെ എളുപ്പമാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അതേ ഒരു ഒബ്സർവറാണ്, അനലൈസറാണ്, അബ്സോർവറുമാണ്. അദ്ദേഹത്തിന് മറ്റാരേക്കാളും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ഇന്ത്യൻ കോൺടെക്സ്റ്റ് കൂടെ ഇപ്പോൾ പിടികിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം അന്തർദേശീയ കോൺടെക്സ്റ്റ് പണ്ടേ ഉണ്ട്. 25 വർഷം UN വർക്ക് ചെയ്ത ആ ഒരു ഇൻ്റർനാഷണൽ ബേസ് ഉണ്ട്. ഇൻ്റർനാഷണലി എങ്ങനെ കാര്യങ്ങൾ നീങ്ങുന്നു അറിയാം. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയിരുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചൊരു ധാരണ ആദ്യകാലങ്ങളിൽ ഇല്ലായിരുന്നെങ്കിലും പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ധാരണ വളരെ ഗാഠമായി. അദ്ദേഹത്തിന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എങ്ങനെ നിലവെള്ളം ചവിട്ടി നിൽക്കണമെന്ന് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് കോൺഗ്രസ്സിലെ ഉന്നതരെല്ലാവരും ഭയക്കുന്നത്. കൊച്ചു തന്ത്രങ്ങളും കൊണ്ട് എന്നാൽ തരൂർ ഒരു ടെററാവും. എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെന്നു. അതായത് ട്രംപിന്റെ ജനവിരുദ്ധത അവിടെ പരമാവധി മുതലാക്കാൻ വേണ്ടി, അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടുത്തെ ഡെമോക്രാറ്റ്സ് അതേപോലെ തന്നെ ഒരു വലിയൊരു വിഭാഗം അവരെയൊക്കെ, മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിലെ ട്രംപിന്റെ ഇടപെടൽ വരെ അവിടെ മാധ്യമപ്രവർത്തനാൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ശശി തരൂരിന്റെ ഇമ്പാക്ട് ഉണ്ട്. മാത്രമല്ല കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങൾ അവിടെ പാകിസ്ഥാന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഇന്ത്യ ഒറ്റപ്പെടുത്തുന്ന അവരെ പോലും വാക്ക് മാറ്റി ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റി. അതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാവുന്ന രീതി കൂടിയല്ലേ. ഇപ്പൊ ട്രംപിന്റെ ജനവിരുദ്ധത അങ്ങനത്തെ ഒരു രീതിയിൽ കൂടെ ഹാൻഡിൽ ചെയ്ത് അവരെ തന്നെ ചോദ്യം ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം 2ാം ടേം മുതൽ MP ആയി 2ാമത്തെ ടേം മുതൽ തന്നെ അദ്ദേഹം പൊളിറ്റിക്സ് ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സ്, അദ്ദേഹത്തിന് വിദേശ പൊളിറ്റിക്സ് അറിയാം, പക്ഷേ അത് ആ രീതിയിലല്ല ഇന്ത്യൻ പൊളിറ്റിക്സ് നീങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതും തറവാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ എങ്ങനെ നീങ്ങണം, ഏത് സമയത്താണ് CPM-നെ പിന്തുണയ്ക്കേണ്ടത്, ഏത് സമയത്താണ് BJP പിന്തുണയ്ക്കേണ്ടത്, ഏത് സമയത്താണ് കോൺഗ്രസിൻ്റെ ശക്തനായിട്ട് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അടി വരുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കേണ്ടത്,
അതിൽ നിൽക്കുന്നത് പിന്നെ കോൺഗ്രസിന് വിരുദ്ധമാണെന്ന് തോന്നാത്ത വിധത്തിൽ എങ്ങനെയാണത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ പിന്നെ നരേന്ദ്രമോദിയോടൊപ്പം എങ്ങനെ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വരുന്ന എതിർപ്പുകളെ എങ്ങനെ നേരിടണം, ഇതൊക്കെ പഠിച്ച് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് രാഷ്ട്രീയ നിലവളം ചവിട്ടാൻ പഠിച്ചു കഴിഞ്ഞു. അതാണ് കോൺഗ്രസ്സിലെ പല നേതാക്കൾക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാണ് മാത്രമല്ല അതിനകത്തൊരു പ്രധാന പ്രശ്നം രാഷ്ട്രീയം പഠിച്ചതിനേക്കാൾ ഉപരിയായി അദ്ദേഹം അതിന്റെ കഴിവുകളൊക്കെ പുറത്തെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ ക്രെഡിബിലിറ്റി ഉള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു അപ്പീൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ശശി തരൂർ എവിടെയാണോ മറന്നു വെച്ച ശശി തരൂരിനെ അദ്ദേഹം എന്താ പറയുക തിരിച്ചെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ കൂട്ടത്തിൽ പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ കൂടി പഠിച്ചു എന്നാണ്. ഈ കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും പൊളിറ്റിക്സിൽ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട്, ക്വിക്കായിട്ട് ഡയലോഗുകൾ പ്രസന്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ജനത്തെ കയ്യിലെടുക്കണമെന്ന് പഠിക്കണം. നമുക്ക് എല്ലാ അറിവുകളും ഉണ്ട്, പക്ഷേ ഈ അറിവ് എപ്പോൾ എവിടെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടെങ്കിൽ പലപ്പോഴും സാം പത്രോഡയുടെ അനുഭവം വരും. അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ഔട്ട്ലുക്കൊക്കെ ഉള്ള ആളാണ്, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അതുപോലെ അറിയാം. പക്ഷേ സാം പത്രോഡ പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ അടിപെടുന്ന വിധത്തിലാണ് വരുന്നത്. പക്ഷേ ശശി തരൂരിന് കോൺഗ്രസിനെ രക്ഷിക്കുന്ന വിധത്തിൽ പറയാനും അറിയാം. പക്ഷേ അദ്ദേഹത്തിനെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ മാറ്റി തൻ്റെ നിലനിൽപ്പും കൂടെ തനിക്ക് പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. കോൺഗ്രസ്സിന് പറ്റിയ അബദ്ധം തരൂരിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടി കരുക്കൾ നീക്കാൻ ഉള്ള ശക്തിയുള്ള ത്രാണിയുള്ള നേതാക്കൾ കോൺഗ്രസ്സിൽ ഇല്ലായിരുന്നു. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും വളരെ പവർഫുള്ളാണ്, അത് ഇംപ്രസിംഗ് ആണ്, അത് ജനങ്ങളിൽ അങ്ങനെ ഹൃദയത്തിൻ്റെ എവിടെ തറയ്ക്കണമോ അവിടെ തറപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. ഇതാണ് അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളെയാണ് ജനങ്ങൾ പോപ്പുലർ ലീഡേഴ്സായിട്ട് അല്ലെങ്കിൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സായിട്ടൊക്കെ കാണുന്നത്. അദ്ദേഹത്തിന് അത്തരം ഒരു കഴിവുണ്ട്. ആ കഴിവിനെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് വിപരീത ഫലമാണ് പലപ്പോഴും കോൺഗ്രസ്സിൽ ഉണ്ടാക്കുക, കോൺഗ്രസ് നേതാക്കളിൽ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ ഞാൻ ഈ ഡിസ്കഷനിൽ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നെയാണ് കുറ്റപ്പെടുത്തുക. ആ ആളുടെ കഴിവിനെ, ഈ ആളുടെ കഴിവിനെ ഞാൻ കൊച്ചാക്കാൻ ശ്രമിച്ചു, അയാൾ ശരിയല്ല എന്ന് താഴെ വന്ന ആൾ എഴുതുന്ന രീതി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കഴിവുണ്ടെങ്കിൽ ആ കഴിവുള്ളവരെ കൂടെ ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കഴിവ് ഇല്ല എന്ന് തോന്നിയാൽ പോലും അവരെയും കൂടെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ആ പൊളിറ്റിക്സ് പലപ്പോഴും കോൺഗ്രസ്സിന് കഴിയാറില്ല. വൺ മാൻ ഷോ ആയിട്ട് പലപ്പോഴും പോകുന്നതാണ് അവരുടെ പ്രശ്നം.